8 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പൂനെയിലെ അഘാക്കൻ തടവറയിൽ കടുത്ത ന്യൂമോണിയയും ഹൃദ്രോഗവും അലട്ടിയിട്ടും പരോളോ ചികിത്സയോ ലഭിക്കാതെ മരണത്തിന് കീഴടങ്ങിയ ധീരവനിത കസ്തൂർബ ഗാന്ധി. എന്നാൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന വൻമരത്തിന്റെ മറവിൽ ആ ധീരവനിത ചരിത്രത്തിൽ വേണ്ടത്ര അടയാളപ്പെടുത്താതെ പോയോ? MK ഗാന്ധി മഹാത്മാഗാന്ധിയായി പരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ യാഥാസ്ഥിതിക മൂല്യങ്ങൾക്കും കുടുംബ ബന്ധങ്ങൾക്കുമിടയിൽ നിന്നുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ സജീവമായിരുന്നു കസ്തൂർബയും. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരായ പോരാട്ടം മുതൽ ക്വിറ്റ് ഇന്ത്യ സമരം വരെ മഹാത്മാഗാന്ധി സജീവ പങ്കാളിത്തം വഹിച്ച പോർമുഖങ്ങളിലെല്ലാം കസ്തൂർബയും ഒപ്പമുണ്ടായിരുന്നു. ഫീനിക്സ് സെറ്റിൽമെന്റിലും ടോൾസ്റ്റോയ് ഫാമിലും സബർമതി സേവാഗ്രാം ആശ്രമങ്ങളിലും സാമൂഹിക ജീവിതവും സമൂഹ അടുക്കളയും കെട്ടിപ്പടുക്കുന്നതിലും കസ്തൂർബ നിർണായക പങ്കുവഹിച്ചു. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി 1942 ഓഗസ്റ്റ് 9 ബോംബെയിലെ ശിവാജി പാർക്കിൽ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യാനിരിക്കെ ഗാന്ധിജി അറസ്റ്റിലായി. ഗാന്ധിയുടെ അഭാവത്തിൽ ആ യോഗത്തിൽ താൻ പ്രസംഗിക്കുമെന്ന് കസ്തൂർബ തീരുമാനമെടുത്തു. അനാരോഗ്യത്തെ തുടർന്ന് പിന്മാറാൻ പലരും ആവശ്യപ്പെട്ടുവെങ്കിലും കസ്തൂർബ ഉറച്ചുനിന്നു. ഭയപ്പെട്ടുപോയ ബ്രിട്ടീഷ് ഭരണകൂടം കസ്തൂർബയെയും അറസ്റ്റ് ചെയ്ത് പൂനെയിലെ അഘാക്കൻ കൊട്ടാരത്തിൽ തടവിലാക്കി. തടവ് ജീവിതത്തിനിടെ കസ്തൂർബയ്ക്ക് രോഗം മൂർച്ഛിച്ചുകൊണ്ടേയിരുന്നു. മരണാസന്നയായിട്ടും വിദഗ്ധ ചികിത്സ നൽകാനോ പരോൾ അനുവദിക്കാനോ ബ്രിട്ടീഷ് ഭരണകൂടം തയ്യാറായില്ല. ഒടുവിൽ 1944 ഫെബ്രുവരി 22 കസ്തൂർബ മരണപ്പെട്ടു. ഇന്ത്യ എന്ന മഹാരാജ്യം അസ്വാതന്ത്ര്യത്തിന്റെ ചങ്ങലപ്പൂട്ടുകൾ പൊട്ടിച്ചെറിയുന്നതിന് 3 വർഷങ്ങൾക്ക് മുമ്പാണ് കസ്തൂർബ വിടവാങ്ങിയത്. സ്വാതന്ത്ര്യ സമര പോരാട്ടം ഫലം കാണാത്തതിലും സ്ത്രീകളടക്കമുള്ള പോരാളികൾ പോലീസിന്റെ കൊടിയ മർദ്ദനം ഏൽക്കുന്നതിലും ഗാന്ധിയോടും കലഹിച്ചിരുന്നു ആ ധീരവനിത. കസ്തൂർബയെപ്പോലെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായ എത്രയോ പെൺമുഖങ്ങൾ ഇനിയും ഓർമ്മിക്കപ്പെടേണ്ടതുണ്ടാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.